ഈ ഗേ കപ്പിൾ ആയിരുന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഒരു വുമൺ ആയിട്ട് ഒരാൾക്ക് മാറാൻ വേണ്ടി പറ്റുന്നത്? അതിന്റെ ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനാ നീ വന്നിട്ട് പെണ്ണാവാൻ നീ നോക്കുന്നത്? അപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കേ, പെണ്ണാവും വേണം. എന്നിട്ട് എന്റെ മറ്റാൾക്ക് തരാം. ഞാൻ പറഞ്ഞു, നിന്നെ ആദ്യം നീ പ്യോർ ആയിട്ട് നീ നിന്റെ ആൾക്കാരും നിന്റെ പാരന്റ്സിന്റെ അടുത്തും നീ കാണിച്ചിട്ട് നീ പൂർണ്ണമായിട്ട് പെണ്ണായിട്ട് മാറ്. മനസ്സാക്ഷിയില്ല, സംസാരിക്കരുത്. അതല്ല ഉദ്ദേശം. കുറെ പേര് പറയുന്നത് നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് ജാസ് ജീവിക്കുന്നത്, നിന്നെ ഞങ്ങൾക്ക് എന്തും പറയാന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. കൂടെ ആ നിന്ന വക്കീലിനെ വരെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയ ചിരിയൊന്നും വേണ്ട. ജാസി വന്നിട്ട് എന്നെയും ഒരു ബാർ ഡാൻസർ ആയിട്ട് കയറ്റാം. അവിടുത്തെ റൂൾ പ്രകാരം നീ ആണായിട്ട് താഴത്ത് ടിങ് ടോങ്ങും വെച്ചിട്ട് ഓടാൻ വെച്ചിട്ട് അവിടെ പോയിട്ട് നിന്നെ അവിടെ പോയി എഴുത്തിട്ടുണ്ടെങ്കിൽ അവര് ബാർ എടുത്ത് കൂട്ടും. പറഞ്ഞിട്ടില്ല അല്ലേ ഒരു കയ്യബദ്ധം. ഈ അക്കട പക്കടയെ നോക്കിയിട്ട് ആർക്ക് എന്തിനാണ് ഇപ്പോ താഴത്ത് ഡിങ് ഡോങ്ങും വെച്ചിട്ട് നിന്നെ നോക്കിയിട്ട് അസൂയപ്പെടണം? ഞാനൊക്കെ പെണ്ണായി, അതായി കഴിഞ്ഞതിന് ശേഷം നീ പറ, ഞാൻ നിന്നെ തെറ്റ് പറയുന്നില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ. ഡിങ് ഡോങ്, യെസ്, ഞാനും ആ ഡിങ് ഡോങ് വെച്ചോണ്ടിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. അത് എത്ര വേദനയായിരുന്നു ഞാൻ പറയാം. പക്ഷെ ഇന്നിപ്പോ നീ ഡിങ് ഡോങ്ങും വെച്ചിട്ട് ഞാൻ വെട്ടില്ല, ഞാൻ വെട്ടില്ല. ഒരു എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന ഒരു നുണക്കി കവറപ്പ് ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തും ആരെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്റ്റിനെ ഇട്ടിട്ട് പഞ്ചറാക്കുക. അയ്യോ, അങ്ങനെ ഗേ കപ്പിൾ ആയിട്ട് നിന്ന് പിന്നെ ഇങ്ങനെ ഒരു ലേഡി ആയിട്ട്, അതായത് ഈ ട്രാൻസ് വുമൺ ആയിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത്? കിട്ടിയാ ഇല്ല, ചോദിച്ചു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. കാലം ഇത്രയും മതി. വരട്ടെ.